Hi friends, welcome to Electron College of Engineering. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മളെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ ടോപ്പിക്കിൽ വരുന്ന എൻജിൻ കമ്പോണൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സിലബസ് നോക്കുമ്പോൾ നമുക്ക് വരുന്ന ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഇതൊക്കെയാണ്: ഡെഫിനീഷൻ ഓഫ് എൻജിൻ കമ്പോണൻസ്, പിസ്റ്റൺ റിങ്സ്, ക്രാങ്ക് ഷാഫ്റ്റ്, ഫ്ലൈ വീൽ, ബിയറിംഗ്, വാൾ, ടൈമിംഗ് ഗിയേഴ്സ്. ഇത്രയാണ് നമുക്കിതിൽ വരുന്ന മെയിൻ ടോപ്പിക്സ്. അതായത് എൻജിൻ കമ്പോണൻസിൽ വരുന്ന മെയിൻ ടോപ്പിക്സുകൾ ഇത്രയാണ്. നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് ഒരു എൻജിൻ. അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്, എന്താണ് ഒരു എൻജിൻ. നോക്കുക, ഒരു എൻജിൻ എന്ന് വെച്ചാൽ എന്താ? ഒരു എൻജിനിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്താണ് അവിടെ നടക്കുന്ന ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ആവുന്നു അല്ലേ? അതായത് നമ്മൾ ഇൻപുട്ടിൽ ഫ്യൂവൽ കൊടുക്കുന്നു, ഫ്യൂവൽ നമ്മൾ ചൂടാക്കുന്നു, ആ ചൂട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ ചൂട് വെച്ചുള്ള എനർജി എന്ന് വെച്ചാൽ ഹീറ്റ് എനർജി. ആ ഹീറ്റ് എനർജി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പിസ്റ്റൺ മൂവ് ചെയ്യുന്നു അല്ലേ? പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി പിസ്റ്റൺ മൂവ് ചെയ്യും. പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ക്രാങ്ക് മൂവ് ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മൾ മെക്കാനിക്കൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നോക്കുക, നമ്മൾ ഈ എൻജിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണമായിട്ട് മെയിനായി തിരിക്കുന്നത് അല്ലേ? ഒന്നെന്താണ്? ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ, IC എൻജിൻ. സെക്കൻഡ് എന്താ? എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ ഓർ EC എൻജിൻ അല്ലെ? ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ എന്ന് വെച്ചാൽ എന്താ? ഇവിടെ കമ്പസ്റ്റൻ നടക്കുന്നത് എവിടെയായിരിക്കും? എൻജിൻ്റെ, അതായത് നമ്മുടെ എൻജിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലായിരിക്കും കമ്പസ്റ്റൻ നടക്കുന്നത്. ഇതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലായിരിക്കും എന്ത് നടക്കുന്നത്? ഇതിൻ്റെ ഉള്ളിലായിരിക്കും എന്ത് നടക്കുന്നത്? കമ്പസ്റ്റൻ നടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയും? അതിനെ IC എൻജിൻ എന്ന് പറയും. ഇനി ഈ സിലിണ്ടറിൻ്റെ ഔട്ട്സൈഡ്, സിലിണ്ടറിൻ്റെ പുറത്ത് നിന്നാണ് കമ്പസ്റ്റൻ നടക്കുന്നതെങ്കിൽ എന്ത് പറയും? നമ്മളതിനെ EC എൻജിൻ ഓർ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന് പറയും. നമ്മൾ നോക്കിയേ, ഏറ്റവും ബേസിക് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IC എഞ്ചിനെ കുറിച്ചാണ്. നമ്മുടെ സിലബസിൽ EC എഞ്ചിനെ കുറിച്ച് പറയുന്നില്ല, IC എഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. സോ IC എഞ്ചിൻ എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്? ഒരു ഹീറ്റ് എഞ്ചിനാണ് അല്ലേ? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ നമ്മൾ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഒരു എഞ്ചിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്? കമ്പസ്റ്റൻ നടക്കും അല്ലേ? എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെ കമ്പസ്റ്റൻ നടക്കും. ആ എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെ കമ്പസ്റ്റൻ നടക്കുന്ന IC എഞ്ചിനാണെങ്കിൽ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഇൻസൈഡ് ദി കമ്പസ്റ്റൻ ചേംബർ ആയിരിക്കും. ഇൻസൈഡ് ദി കമ്പസ്റ്റൻ ചേംബർ മീൻസ് ഇൻസൈഡ് ദി സിലിണ്ടർ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ദിസ് ഗ്യാസ് പ്രഷർ, ഈ കമ്പസ്റ്റൻ നടക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ എന്ത് ചെയ്യും? പുഷസ് ദി പിസ്റ്റൺ ഓവർ എ ഡിസ്റ്റൻസ് ആൻഡ് ട്രാൻസ്ഫോം ദി കെമിക്കൽ എനർജി ഇൻ ടു തെർമൽ എനർജി. കറക്റ്റ് അല്ലേ? കാരണം എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ, ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കമ്പസ്റ്റൻ നടക്കും. കമ്പസ്റ്റൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഫ്യൂവലാണ് കമ്പസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഫ്യൂവൽ കമ്പസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഫ്യൂവലിൻ്റെ എനർജി എന്താ? ഇനീഷ്യലി കെമിക്കലാണ് അല്ലേ? ഫ്യൂവൽ എന്ന് വെച്ചാൽ കെമിക്കലാണ്. ഇപ്പോൾ നമ്മൾ പെട്രോളാണെങ്കിൽ ഡീസലാണെങ്കിൽ എന്തായാലും അതെല്ലാം ഒരു കെമിക്കലാണ് അല്ലേ? സോ ആ ഫ്യൂവൽ ഒരു കെമിക്കലാണ്. സോ അതിനൊരു കെമിക്കൽ എനർജി ഉണ്ടാവും. ഈ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ആവും? തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ഇനി ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ നടക്കുക? അടുത്ത സ്റ്റെപ്പിൽ ഈ തെർമൽ എനർജി യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? പിസ്റ്റൺ നമ്മൾ മൂവ് ചെയ്യിക്കും അല്ലേ? സോ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ എന്തായി? അത് മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ടായി. സോ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ടൊരു എഞ്ചിനെ കുറിച്ച് പറയേണ്ടത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത മെയിൻ ടോപ്പിക്സ് കിടക്കാൻ മുന്നേ ജസ്റ്റ് രണ്ട് ലേ ഔട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ IC എഞ്ചിനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് ടൈപ്പ് എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്. ഇതിലൊന്ന് കൊടുത്തിരിക്കുന്നത് പെട്രോൾ എഞ്ചിനാണ്. ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ടൈപ്പ് എഞ്ചിൻ്റെ വർക്കിംഗ്, അതിൽ പിസ്റ്റൺ മൂവ്മെൻറ്റ്സ്, അതുപോലെ ക്രാങ്ക് മൂവ്മെൻറ്റ്സ്, ഇതെല്ലാം ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും പിസ്റ്റൺ മൂവ്മെൻറ്റും ക്രാങ്ക് മൂവ്മെൻറ്റ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക് ആയിരുന്നു. രണ്ട് ടൈപ്പ് എഞ്ചിൻ, അതായത് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ട് ടൈപ്പ് നമ്മൾ എടുത്തതാണ്. ഇനി നമുക്ക് നമ്മളെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. നോക്കുക, ഫസ്റ്റ് നമ്മളിവിടെ എൻജിൻ കമ്പോണൻസിൽ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള എൻജിൻ കമ്പോണൻസ് വരുന്നത്. നമുക്ക് ഈ എല്ലാ കമ്പോണൻസും നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട, പക്ഷെ നമ്മൾ ആദ്യം ഇതിൻ്റെ ബേസിക്സ് ഒന്ന് അറിഞ്ഞു വെക്കുക. എല്ലാ കമ്പോണൻസും ബേസിക്കലി ഒന്ന് അറിഞ്ഞു വെക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടത് ഞാൻ ആദ്യം ടേബിൾ ഓഫ് കണ്ടൻസിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? പിസ്റ്റൺ റിങ്സ്, ക്രാങ്ക് ഷാഫ്റ്റ്, ഫ്ലൈ വീല്, ബിയറിങ്, വാൾവ്, ടൈമിംഗ് ഗിയേഴ്സ്. ഇത്രയാണ് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കുന്ന ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് ഒരു എഞ്ചിനിൽ വരുന്ന മെയിൻ കമ്പോണൻസ് അറിഞ്ഞു നോക്കാം. ഞാൻ ഓൾറെഡി ഇത് SI എഞ്ചിനിൽ എടുത്തായിരുന്നു ടോപ്പിക്ക്. എന്നാലും നമുക്ക് ഇതൊന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ പഠിക്കാം. മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഒരു എഞ്ചിനിലുള്ള മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ് നോക്കുക. സോ നോക്കുക, ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നോക്കുക, ഇൻലെറ്റ് വാൾവ്. ഇതാണ് ആദ്യത്തെ കമ്പോണൻസ്. നമ്മൾ ഫിഗറിൽ നോക്കി ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് ഇൻലെറ്റ് വാൾവ് വരുന്നത് അല്ലേ? ഇനി ഇൻലെറ്റ് വാൾവിൻ്റെ ഫംഗ്ഷൻ എന്താ വിചാരിച്ചാൽ,
നമ്മൾ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക്, അതായത് സിലിണ്ടർ നമുക്കിവിടെ കാണുന്നുണ്ട് അല്ലേ, സിലിണ്ടർ ഇവിടെ കാണുന്നുണ്ട്, ഇതാണ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫ്യൂവലിനെ എടുക്കുന്ന ആരാണ്? ഇൻലെറ്റ് വാൾവാണ്. അതായത് ഇൻലെറ്റ് വാൾവിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഫ്യൂവൽ എൻ്റർ ചെയ്യുന്നത്. അതുപോലെ എയർ ആണെങ്കിലും എയർ എൻ്റർ ചെയ്യുന്നതും ഇൻലെറ്റ് വാൾവിൽ കൂടെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇൻലെറ്റ് മാനിഫോൾഡ് കൊടുത്തിട്ടുണ്ട്. ഇൻലെറ്റ് വാൾവ് കഴിഞ്ഞ് അടുത്ത് തൊട്ടതായ എക്സോസ്റ്റ് വാൾവ് കൊടുത്താൽ ഞാൻ പറയുന്നതിന് മുന്നേ ഇൻലെറ്റ് മാനിഫോൾഡ് കൊടുത്തിട്ടുണ്ടല്ലേ. ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് വിചാരിച്ചാൽ ഇൻലെറ്റ് വാൾവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതൊരു ഓപ്പണിങ്സ് മാത്രമാണ്. ഇൻലെറ്റ് വാൾവ് എന്ന് വെച്ചാൽ ഓക്കെ, ജസ്റ്റ് ഒരു ഓപ്പണിങ് മാത്രം. അത് ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യും, അത്രയേ ഉള്ളൂ. വാൾവ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നതാണ് ജസ്റ്റ് ഒരു ഓപ്പണിങ് ക്ലോസിങ്. ഇനി ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ ഇൻലെറ്റിലേക്ക് വരുന്നത്, സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് എയറും ഫ്യൂവലും ഒരു പർട്ടിക്കുലർ പാത്തിലേക്ക് കൂടിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക. ഒരു പർട്ടിക്കുലർ പാത്ത് ഉണ്ടാവും, ഒരു പാസേജ്, പാത്ത് അല്ലെങ്കിൽ പാസേജ് എന്ന് പറയും. ആ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. എന്താണ് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്? ഓക്കെ, അതായത് പർട്ടിക്കുലർ ഫ്യൂവൽ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന പാസേജ്. ഇനി അടുത്ത് നമുക്ക് എക്സോസ്റ്റ് വാൾവ്. എക്സോസ്റ്റ് വാൾവ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഈ ഫ്യൂവൽ എന്ത് ചെയ്യും? ബേൺ ചെയ്യും അല്ലേ. ഫ്യൂവൽ ബേൺ ചെയ്ത ശേഷം ഫൈനൽ എന്തുണ്ടാവും? ഫൈനൽ പ്രൊഡക്ട്സ്. അത് ബിയർ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്തുണ്ടാവും? അതിൻ്റെ ഉള്ളിൽ സ്മോക്ക് ഉണ്ടാവും, അത് പുകയുണ്ടാവും, അതുപോലെ ആഷ് ഉണ്ടാവും, അതായത് ചാരം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പുറത്തേക്ക് കളയണം. ഇത് പുറത്തേക്ക് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യുന്ന വാൾവാണ് എന്ത്? എക്സോസ്റ്റ് വാൾവ്. അത് എക്സോസ്റ്റ് വാൾവ് ഇതാണ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള ആഷ് അതുപോലെ സ്മോക്കിനൊക്കെ പുറത്തേക്ക് കളയുന്നത്. ഇനി ആ പുറത്തേക്ക് കളയുന്ന ഒരു പർട്ടിക്കുലർ പാത്തിലേക്ക് കൂടിയാണ്, അതാണ് റെഡിൽ കൊടുത്തിരിക്കുന്ന പാത്ത്, ഈ റെഡ് കളർ കൊടുത്തിരിക്കുന്ന പാത്ത്, അതായത് എക്സോസ്റ്റ് മാനിഫോൾഡ്. ഇത് എക്സോസ്റ്റ് മാനിഫോൾഡ് ഈ പാത്തിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ബേൺ ചെയ്ത ശേഷമുള്ള പ്രൊഡക്ട്സ്. ബേൺ ചെയ്ത ശേഷം എന്തൊക്കെ ഉണ്ടാവും? ഞാൻ പറഞ്ഞു, സ്മോക്ക് ഉണ്ടാവും, അങ്ങനെയുള്ള പല സാധനങ്ങൾ, സ്മോക്ക് അതുപോലെ ഡസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ആഷ്, അതൊക്കെ പുറത്തേക്ക് വന്നതിലെ കൂടിയാണ് എക്സോസ്റ്റ് മാനിഫോൾഡിലെ കൂടെയാണ്. ഇനി അടുത്തെന്താ? സ്പാർക്ക് പ്ലഗ്. സ്പാർക്ക് പ്ലഗ് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്. ഇതാണ് നമ്മൾ ഈ ബ്ലൂ കളർ കൊടുത്തിരുന്ന സ്പാർക്ക് പ്ലഗ് അല്ലേ. സ്പാർക്ക് പ്ലഗിൻ്റെ ഫംഗ്ഷൻ എന്താ? സ്പാർക്ക് പ്ലഗ് എന്ന് വെച്ചാൽ നമ്മുടെ പെട്രോൾ എഞ്ചിൻ അല്ലേ, പെട്രോൾ എഞ്ചിനിൽ ഫ്യൂവലിനെ ബേൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് എന്ത്? സ്പാർക്ക് പ്ലഗ്. പെട്രോൾ എഞ്ചിനിൽ ഓർ SI എഞ്ചിനിൽ ഫ്യൂവൽ എന്ത് ചെയ്യണം? നമുക്ക് ബേൺ ചെയ്യണമല്ലോ. ഫ്യൂവലിന് ബേൺ ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്പാർക്ക് വേണം. സ്പാർക്ക് പ്ലഗ്, ആ പേര് തന്നെ ഉണ്ട്, സ്പാർക്ക് കൊടുക്കുക. സ്പാർക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബേണിംഗ് പോയിന്റ്, അതാണ് സ്പാർക്ക്. സോ പെട്രോളിനെ ബേൺ ചെയ്യാനുള്ള സ്പാർക്ക് കൊടുക്കുന്ന പാർട്ടാണ് എന്ത്? സ്പാർക്ക് പ്ലഗ്. നെക്സ്റ്റ് സിലിണ്ടർ. സിലിണ്ടർ നമുക്ക് ഓൾറെഡി അറിയാം. സിലിണ്ടർ എന്താ? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് അല്ലേ, അതാണ് സിലിണ്ടർ. നോക്കുക, ഇതാണ് നമ്മുടെ സിലിണ്ടർ. ഇത് മൊത്തത്തിൽ സിലിണ്ടർ എന്ന് പറയും. ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എന്ത് വരും? പിസ്റ്റൺ വരും. ഈ കാര്യങ്ങളൊക്കെ വരുന്നത് സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്. പിസ്റ്റണൊക്കെ എൻക്ലോസ് ചെയ്യുന്ന എവിടെയാണ്? സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ സിലിണ്ടറിൻ്റെ തന്നെ ഏറ്റവും അടുത്ത് വരുന്ന പാർട്ടാണെന്ത്? സിലിണ്ടറിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന പാർട്ടാണെന്ത്? പിസ്റ്റൺ. അതായത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്ത്? പിസ്റ്റൺ. ഓക്കെ, നോക്കുക, ഈ പിസ്റ്റൺ എന്താ ചെയ്യാന്ന് ആലോചിക്കുക. പിസ്റ്റൺ എന്താ ചെയ്യുക വെച്ചാൽ, പിസ്റ്റൺ നമുക്കറിയാം എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യും? മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യും അല്ലേ, അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും പിസ്റ്റൺ. അതായത് പിസ്റ്റൺ എന്ത് മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും? റെസിപ്രോക്കേറ്റിംഗ് മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. പിസ്റ്റൺ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യും, അതായത് പിസ്റ്റൺ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഫോളോ ചെയ്യും. അതാണ് പിസ്റ്റൻ്റെ ഫംഗ്ഷൻ. അതായത് എഞ്ചിനിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, അതായത് അപ്പ് ആൻഡ് ഡൗൺ, താഴേക്ക് വരിക മുകളിലേക്ക് പോവുക, താഴേക്ക് മുകളിലേക്ക്, അതാണ് പിസ്റ്റൺ മൂവ് ചെയ്യുക. ആ മോഷൻ നമ്മൾ എന്ത് പറയും? റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയും. ഇനി അടുത്ത് എന്താ നോക്കിയേ? ഈ പിസ്റ്റൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു പിന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ പിന്നിൻ്റെ വരുന്നത് എന്ത്? ഗാഡ്ജൺ പിൻ എന്ന് പറയും. പിസ്റ്റൻ്റെ മുകളിലെ പിൻ എന്താണ്? ഗാഡ്ജൺ പിൻ. ഈ ഗാഡ്ജൺ പിന്നിൻ്റെ ഫംഗ്ഷൻ എന്താ വിചാരിച്ചാൽ, ഈ പിസ്റ്റൺ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഇവിടെ താഴത്ത് നമുക്കൊരു സർക്കുലർ ബോഡി ആണെന്നുണ്ടല്ലേ, ഇതിനെയാണ് നമ്മൾ ക്രാങ്ക് എന്ന് പറഞ്ഞ് യെല്ലോ കളർ കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ക്രാങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ സർക്കുലർ ബോഡി, ഓക്കെ, അതിനെയാണ് നമ്മൾ ക്രാങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഈ ക്രാങ്ക് എന്ത് ചെയ്യും? റോട്ടറി മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും, അതായത് റൊട്ടേറ്റ് ചെയ്യും, റോട്ടറി മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഈ ക്രാങ്കിനെ പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ട് ഏതാ നിങ്ങൾക്ക് എന്ന് പറയാമോ? നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതാണ് പിസ്റ്റൺ, ഇതാണ് ക്രാങ്ക്. ഈ പിസ്റ്റണിങ് ക്രാങ്കിനെ കണക്ട് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഈ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നത്, ഇതാണ് പിസ്റ്റണിങ് ക്രാങ്കിനെ കണക്ട് ചെയ്യുന്നത്. ഈ നമ്മൾ എന്ത് പറയും? കണക്റ്റിംഗ് റോഡ് എന്ന് പറയും. കണക്റ്റിംഗ് റോഡ് എന്താ ചെയ്യുന്നത്? പിസ്റ്റണിയും ക്രാങ്കിനെയും കണക്ട് ചെയ്യുക. ഇനി ഈ കണക്റ്റിംഗ് റോഡിനെ പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ട് ശ്രദ്ധിച്ച് നോക്കുക. ഈ കണക്റ്റിംഗ് റോഡിനെയും പിസ്റ്റണിനെയും കണക്ട് ചെയ്യുന്ന പാർട്ട് അതാണെന്ത്? ഗാഡ്ജൺ പിൻ. കണക്റ്റിംഗ് റോഡിനെയും പിസ്റ്റണിനെയും കണക്ട് ചെയ്യുന്ന പാർട്ടാണെന്ത്? ഗാഡ്ജൺ പിൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗാഡ്ജൺ പിൻ. ഇനി അതേപോലെ കണക്റ്റിംഗ് റോഡിനെയും ക്രാങ്കിനെയും കണക്ട് ചെയ്യുന്ന പാർട്ടാണ് എന്ത്? ക്രാങ്ക് പിൻ. കണക്റ്റിംഗ് റോഡിനെയും ക്രാങ്കിനെയും കണക്ട് ചെയ്യുന്ന പാർട്ടാണ് എന്ത്? ക്രാങ്ക് പിൻ. ഇനി
ക്രാങ്കിൻ്റെ സെൻറ്ററിലുള്ള പാർട്ട്, ക്രാങ്കിൻ്റെ സെൻറ്ററിൽ നോക്കുക, ഇതാണ് ക്രാങ്ക്, യെല്ലോ കളർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ എന്തുണ്ടാവും, ഒരു ഷാഫ്റ്റ് ഉണ്ടാവും. ആ ഷാഫ്റ്റിൽ നിന്നാണ് എന്ത് പോകുന്നത്, ബാക്കിയുള്ള കണക്ഷൻ എല്ലാം പോകുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ബാക്കിയുള്ള ക്ലച്ച്, ബ്രേക്ക് എല്ലാ കണക്ഷനും ഇവിടെ നിന്ന് തുടങ്ങുന്നത്. ഇതിൻ്റെ ബാക്കോട്ടാണ് പോവുക ബാക്കി എല്ലാ കണക്ഷനും. ഓക്കെ, ആ സെൻറ്ററിലുള്ള പാർട്ടിനെ നമ്മൾ എന്ത് പറയും, ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയും. അത് ഈ സെൻറ്ററിലെ റൗണ്ട് കളറിൽ കാണിച്ചിരിക്കുന്നത്, യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത്, സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത് യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന പാർട്ടിനാണ് എന്ത് പറയുന്നത്, ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പാക്കിൽ നോക്കുകയാണെങ്കിൽ, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ലോങ് ഷാഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ആ ഷാഫ്റ്റിൻ്റെ മുകളിൽ ബാക്കിയുള്ള കമ്പോണൻസ്, എൻജിൻ കമ്പോണൻസ് കുറേ എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എലൈൻ ചെയ്തിട്ടുണ്ടാവും. സോ ഇത്രയാണ് ഒരു എഞ്ചിൻ്റെ ഏറ്റവും മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് മൊത്തം ഈ സിലിണ്ടറിൻ്റെ മൊത്തം ഈ കേസിങ്ങിനെ നമ്മൾ എന്ത് പറയും, അതായത് പിസ്റ്റൺ, അതുപോലെ ഈ ക്രാങ്ക്, ഇതെല്ലാം വരുന്നത് സിലിണ്ടറിൻ്റെ മൊത്തമായിട്ടുള്ള സിലിണ്ടറിൻ്റെ കേസിങ് നമ്മൾ എന്ത് പറയും, സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയും. എന്ത് പറയും, മൊത്തമായിട്ടുള്ള കേസിങ് നമ്മൾ എന്ത് പറയും, അതായത് എല്ലാം കൂടി മൊത്തത്തിൽ നമ്മൾ എന്ത് പറയും, സിലിണ്ടർ ബ്ലോക്ക്. അതായത് സിലിണ്ടർ, പിസ്റ്റൺ, ക്രാങ്ക് ഇതെല്ലാം എൻക്ലോസ് ചെയ്യുന്ന സിലിണ്ടറിൻ്റെ ബ്ലോക്ക്. ഓക്കെ, സിലിണ്ടറിൻ്റെ ബ്ലോക്ക് അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ കവറിങ്, ദാറ്റ് ഈസ് സിലിണ്ടർ ബ്ലോക്ക്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് പോവാം. അടുത്ത സൈഡ് നോക്കാം. അടുത്ത നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് പാർട്ടാണ് എന്ത്, നിങ്ങൾക്ക് ഇതാണ് ഡീറ്റെയിൽ പഠിക്കാനിലൂടെ ഓരോ പാർട്ട് ഞാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിസ്റ്റൺ. എന്താണ് പിസ്റ്റൺ? ഓക്കെ, പിസ്റ്റൺ നമ്മൾ ജസ്റ്റ് ആദ്യം കാണിച്ചായിരുന്നു അല്ലേ, നമ്മൾ പിസ്റ്റൺ ആദ്യം കാണിച്ചായിരുന്നു. വേറെ ഫിഗർ നോക്കുകയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇല്ല പിസ്റ്റൺ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പാർട്ട്, അതായത് ഈ ബ്ലോക്കായി കാണിച്ചിരിക്കുന്ന ഈ പാർട്ട്, ഇതാണ് നമ്മൾ പിസ്റ്റൺ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആ റെക്റ്റാങ്കുലർ ബ്ലോക്ക്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന ഈ ബ്ലോക്കിനെ നമ്മൾ ഈ ബ്ലോക്കിനെ നമ്മൾ എന്ത് പറയുന്നത്, പിസ്റ്റൺ എന്ന് പറയുന്നത്. ഈ റെക്റ്റാങ്കുലർ ബ്ലോക്ക് രണ്ടിലും കാണാൻ പറ്റും, റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, പിസ്റ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിസ്റ്റൺ മോഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്ത് മോഷനാണ്, മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുക. ആ മോഷൻ എന്ത് പറയുന്നു, റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്നാണ് ആ മോഷൻ പറയുന്നത്. എന്താണ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയും. ഇനി നമുക്ക് ജസ്റ്റ് എൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. എന്തൊക്കെയാണ് നോക്കി പിസ്റ്റനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കുക. എ പിസ്റ്റൺ ഈസ് എ component of reciprocating engines, reciprocating pumps, gas compressors, hydraulic cylinders and pneumatic cylinders. ഈ പറഞ്ഞിരിക്കുന്ന കമ്പോണൻസിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഒരു പിസ്റ്റൺ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് നോക്കിയേ. ഇറ്റ് ഈസ് ദ മൂവിങ് കമ്പോണൻറ്റ് ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ബൈ എ സിലിണ്ടർ ആൻഡ് ഈസ് മെയ്ഡ് ഗ്യാസ് ടൈറ്റ് ബൈ പിസ്റ്റൺ റിങ്സ്. അതായത് ഇതിൻ്റെ യൂസ് എന്താ, ഇത് നമ്മൾ ജസ്റ്റ് ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, എൻജിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പിസ്റ്റൺ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ പിസ്റ്റണ് ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി, ഗ്യാസ് ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് റിങ്സ് ഫിറ്റ് ചെയ്യും. നമ്മൾ ഈ പിസ്റ്റൻ്റെ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ കുറച്ച് ലൈൻസ് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാവും. ഈ മൂവ് ചെയ്യുന്ന പിസ്റ്റൺ നോക്കുക, ഈ പിസ്റ്റൻ്റെ മുകളിൽ കണ്ട കുറച്ച് ലൈൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറച്ച് ലൈൻസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, പിസ്റ്റൻ്റെ ഈ ബ്ലോക്കിൻ്റെ, ഈ മൂവ് ചെയ്യുന്ന ബ്ലോക്കിൻ്റെ മുകളിൽ കുറച്ച് ലൈൻസ് കാണാൻ പറ്റുന്നുണ്ട്, ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻസ്. ആ ലൈൻസിനെ നമ്മൾ എന്ത് പറയുന്നത്, പിസ്റ്റൺ റിങ്സ് എന്ന് പറയുന്നത്. പിസ്റ്റൺ റിങ്സ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ പിസ്റ്റനെ ഗ്യാസ് ടൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പിസ്റ്റൺ റിങ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുക, ഇൻ ആൻ എൻജിൻ its purpose is to transfer force from expanding gas in the cylinder to the crankshaft via a piston rod or connecting rod. അതായത് ഒരു എൻജിനിൽ നമ്മൾ പിസ്റ്റൻ്റെ ഫംഗ്ഷൻ എന്താ, ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ. ഫോഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ഒരു സിലിണ്ടറിൽ നിന്ന് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് ഏത് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, കണ്ടക്ടിങ് റോഡ്. നോക്കിയാൽ കറക്റ്റ് അല്ലേ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പിസ്റ്റൺ ഇവിടെ നോക്കിയാൽ, ഇവിടെ ഇതാണ് പിസ്റ്റൺ അല്ലേ, പിസ്റ്റൺ ഇതാണ്. പിസ്റ്റണിന് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫോഴ്സ്, ക്രാങ്ക് ഷാഫ്റ്റിലേക്ക്. ഇതാണ് നമ്മൾ പിസ്റ്റൺ എങ്ങോട്ടാണ് ഷാഫ്റ്റ് ചെയ്യുന്നത്, ക്രാങ്ക് ഷാഫ്റ്റിലേക്കാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഏത് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന, ഒരു കണക്റ്റിംഗ് റോഡ് വഴി. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കി, പിസ്റ്റൺ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പിസ്റ്റൺസ് ആർ കാസ്റ്റ് ഫ്രം അലുമിനിയം അലോയ്സ്. നമ്മുടെ കാസ്റ്റിംഗ് എന്ന പ്രോസസ്സ് വഴിയാണ് പിസ്റ്റൺ ഉണ്ടാക്കുന്നത്. കാസ്റ്റിംഗ് എന്ന പ്രോസസ് വഴിയാണ് പിസ്റ്റൺ ഉണ്ടാക്കുന്നത്. ഇനി ഏതിൽ നിന്നാണ് കാസ്റ്റ് ചെയ്യുന്നത്, അലുമിനിയം അലോയ്സ് എന്നാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. നോക്കുക, നമ്മൾ കാസ്റ്റിംഗ് എന്ന പ്രോസസ് വെച്ചിട്ടാണ് പിസ്റ്റൺ ഉണ്ടാക്കുന്നത്. ഏതിൽ നിന്നാണ് ചെയ്യുന്നത്, അലുമിനിയം അലോയ്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. പിസ്റ്റൺസ് ആർ കാസ്റ്റ് ഫ്രം അലുമിനിയം അലോയ്സ്. അതാണ് അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഫോർ ബെറ്റർ സ്ട്രെങ്ത് ആൻഡ് ഫാറ്റിക് ലൈഫ്. അതായത് കൂടുതൽ പിസ്റ്റൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ റേസിംഗ് കാർസിലൊക്കെ എന്ത് വെച്ചാൽ വളരെ
വളരെ സ്പീഡിൽ വളരെ ഹൈ സ്പീഡിലാണ് എന്ത് ചെയ്യുക പിസ്റ്റൺ മൂവ് ചെയ്യുക. സോ നമ്മൾ റേസിംഗ് കാറിലൊക്കെ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ പിസ്റ്റൺ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഫോർജിങ് എന്ന പ്രോസസ് വഴി ഉണ്ടാക്കുന്നത്. എന്താണ് ഫോർജിങ്? നമ്മൾ പൊതുവെ കമ്പോണൻസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കമ്പോണൻസ് പൊതുവെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഫോർജിങ്സ്. അതായത് ഫോർജിങ്സ് വഴിയാണ് എന്തുണ്ടാക്കുന്നത് റേസിംഗ് പിസ്റ്റൺസ് ഒക്കെ ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആവുന്ന പിസ്റ്റൺ ഉണ്ടാക്കുന്നത് ഇത് വഴിയാണ് ഫോർജിങ് എന്ന പ്രോസസ്സ് വഴിയാണ്. ഇനി അടുത്ത പോയിന്റ്, ഏർലി പിസ്റ്റൺസ് വർ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. അത് ഇനീഷ്യലി പിസ്റ്റൺസ് ഉണ്ടാക്കിയിരിക്കുന്ന കാസ്റ്റ് അയൺ, ആദ്യകാലത്ത് പിസ്റ്റൺ നമ്മുടെ കാസ്റ്റ് അയൺ വെച്ചാണ് പിസ്റ്റൺ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ? കാസ്റ്റ് നിങ്ങൾക്ക് അറിയാം, കാസ്റ്റ് അയണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കാസ്റ്റ് അയൺ വളരെ ഹെവിയാണ്, അതായത് ഭയങ്കര ഹെവിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ എഞ്ചിൻ്റെ വെയിറ്റിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. വളരെ ഹെവി ആയിട്ട് കമ്പോണൻസ് നമ്മുടെ അതിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എഞ്ചിനൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നോർമലി വണ്ടീൻ്റെ വെഹിക്കിളിൻ്റെ വെയിറ്റ് നന്നായി കൂടും. വെഹിക്കിളിൻ്റെ വെയിറ്റ് നല്ലോണം കൂടുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് വെഹിക്കിളിൻ്റെ ബാലൻസിങ്ങിന് അത് എഫക്റ്റ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മളെന്ന് വെച്ചാൽ ഈ കാസ്റ്റ് അയൺ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള അലോയ്സ് യൂസ് ചെയ്യും. ലൈറ്റ് അലോയ്സ് കുറച്ചും കൂടി വെയിറ്റ് കുറഞ്ഞിട്ടുള്ള അലോയ്. സോ അങ്ങനെ കുറേ റിസർച്ച് നടത്തിയിട്ട് അവർക്ക് കിട്ടിയ സംഭവങ്ങളാണ് വൈ അലോയ്, അതുപോലെ ഹിറ്റ്മിനിയം. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ പിസ്റ്റൺ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിസ്റ്റൺസ് നമുക്ക് അലുമിനിയം അലോയ്സ് ഉണ്ടാക്കാം, പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പിസ്റ്റൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് എന്തൊക്കെ? വൈ അലോയ്, ഹിറ്റ്മിനിയം എക്സെട്ര. സോ ഇതൊക്കെ എന്താണ്? ലൈറ്റർ അലോയ്സ് ആണ്, വെയിറ്റ് കുറവാണ്. വെയിറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി വെഹിക്കിളിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും? കൂടും. ഇനി അടുത്ത് നോക്കിയേ, ഇതാണ് പിസ്റ്റൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്, നോക്കുക, ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന. ഒരു പിസ്റ്റൻ്റെ ഒരു സൈഡ് നോക്കുക. പിസ്റ്റൻ്റെ ഒരു സൈഡിൽ എന്തുണ്ട്? ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു സർക്കിൾ കാണാം അല്ലേ? ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ സർക്കിൾ കാണാം. ആ ചെറിയ സർക്കിളൊക്കെ ഇവിടെ കാണിച്ചെങ്കിൽ ചെറിയ സർക്കിൾ പിസ്റ്റൻ്റെ സൈഡിലുള്ള ആ സർക്കിളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു എൻഡാണ് സ്മോൾ എൻഡ്. അത് നമ്മൾ പിസ്റ്റണിന് അടുത്ത പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? പിസ്റ്റണിന്ന് നമ്മൾ ക്രാങ്കിലേക്ക് കൊടുക്കുന്ന പാർട്ടാണ് എന്ത്? പിസ്റ്റണിയും ക്രാങ്കിനെയും കണക്ട് ചെയ്യുന്ന പാർട്ടാണ് എന്ത്? കണക്റ്റിംഗ് റോഡ്. സോ ആ കണക്റ്റിംഗ് റോഡിൻ്റെ ഒരു പാർട്ട് എന്താണ്? ചെറിയ പാർട്ടാണ് അല്ലേ? അതായത് സ്മോൾ പാർട്ടാണ്. ആ സ്മോൾ പാർട്ടാണ് ഇവിടെ റൗണ്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ പാർട്ട് ഇതാണ് സ്മോൾ എൻഡ് പാർട്ട് എന്ന് പറയും. അതെവിടെ കണക്ട് ചെയ്യും? നമ്മൾ പിസ്റ്റണിൽ കണക്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് പിസ്റ്റണിൽ ഈ ഹോൾ കൊടുത്തിരിക്കുന്നത്, ചെറിയ ഹോൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി മറ്റേ സൈഡ് ബിഗ് എൻഡ്, കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡ് ഇവിടെ കണക്ട് ചെയ്യും, നമ്മൾ ക്രാങ്കിലേക്ക് കണക്ട് ചെയ്യും, അതായത് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യും. ഇതാണ് ജസ്റ്റ് അതിൽ കൊടുത്തിരിക്കുന്നത്. അത്രേ കാര്യങ്ങളുള്ളൂ. ഒരു ബിഗ് എൻഡും ഒരു സ്മോൾ എൻഡും, അത് മാത്രമേ നിങ്ങളിവിടെ മെയിനായിട്ട് നോക്കണ്ടു. ഇനി അടുത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ആ പിസ്റ്റൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഗാഡ്ജിയൻ പിൻ കൊടുത്തിട്ടുണ്ട്. ഗാഡ്ജിയൻ പിൻ ഞാൻ പറഞ്ഞായിരുന്നു ഏതിനൊക്കെ കണക്ട് ചെയ്യുന്ന ഗാഡ്ജിയൻ പിൻ, അതായത് കണക്റ്റിംഗ് റോഡിനെ പിസ്റ്റണായിട്ട് കണക്ട് ചെയ്യുക, അതാണ് ഗാഡ്ജിയൻ പിൻ. ഇനി ഈ പിസ്റ്റൻ്റെ മുകളിൽ കാണുന്ന ചെറിയ റിങ്സ് അല്ലേ, നേരത്തെ കാണിച്ചു തന്നെ പിസ്റ്റൻ്റെ മുകളിൽ കാണുന്ന ചെറിയ റിങ്സ്, ആ റിങ്സ് നമ്മൾ എന്ത് പറഞ്ഞു? പിസ്റ്റൺ റിങ്സ് എന്ന് പറഞ്ഞു. അല്ലെ റൗണ്ട് ആയിട്ടുള്ള റിങ്സിനെ എന്ത് പറഞ്ഞു? പിസ്റ്റൺ റിങ്സ് എന്ന് പറഞ്ഞു. ഇനി ആ പിസ്റ്റൺ റിങ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓയിൽ റിങ് എന്ന് പറയും, മറ്റൊന്ന് കംപ്രഷൻ റിങ് എന്ന് പറയും. രണ്ട് ടൈപ്പ് റിങ്ങാണ്, ഓയിൽ റിങ്ങും കംപ്രഷൻ റിങ്ങും. അത് നമ്മൾ പിസ്റ്റൺ റിങ്സിൽ ഡീറ്റെയിൽഡ് പഠിക്കും. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് പിസ്റ്റൺ റിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ പിസ്റ്റൺ റിങ്ങിൻ്റെ ബേസിക് പർപ്പസ് എന്താ വെച്ചാൽ ഈ പിസ്റ്റണിനെ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യുക. എന്താണ് ഈ പിസ്റ്റണിനെ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പിസ്റ്റൺ റിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത് നോക്കുക. അടുത്തുള്ള പറയാൻ പോകുന്ന പാർട്ടാണത് പിസ്റ്റൺ റിങ്സ്. നെക്സ്റ്റ് പാർട്ടാണത് പിസ്റ്റൺ റിങ്സ്. സോ നോക്കുക, ഒരു പിസ്റ്റൺ റിങ് എന്താണെന്ന് ആദ്യം കൊടുത്തിരിക്കുന്നത് നോക്കുക. പിസ്റ്റൺ റിങ് എന്ന് വെച്ചാൽ എന്താ? എ പിസ്റ്റൺ റിങ് ഈസ് എ മെറ്റാലിക് സ്പ്ലിറ്റ് റിങ് that is attached to the outer diameter of a piston in an internal combustion engine or steam engine. അതായത് ഒരു ഇന്റേണൽ കമ്പസ്റ്റനോ സ്റ്റീം എഞ്ചിനിലോ എന്ത് ചെയ്യുന്നത്? പിസ്റ്റൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് റൗണ്ട് ഷേപ്പിൽ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് എന്ത്? പിസ്റ്റൺ റിങ്. നേരത്തെ ഞാൻ റിങ് കാണിച്ചു തന്നു. ഇനി അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കിയാൽ എന്തൊക്കെയാണ്? സീലിംഗ് ദി കമ്പസ്റ്റൻ ചേംബർ സോ ദാറ്റ് ദർ ഈസ് മിനിമം ലോസ് ഓഫ് ഗ്യാസസ് ടു ക്രാങ്കേഴ്സ്. അതായത് കമ്പസ്റ്റൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സീൽ ചെയ്യും. കമ്പസ്റ്റൻ സീൽ ചെയ്യുന്ന വെച്ചാൽ നോക്കുക, എന്തായാലും മീനിങ് നോക്കുക. ഈ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ഈ ഫിഗർ നോക്കുക, ഇവിടെ മനസ്സിലാക്കാൻ നോക്കുക. പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ, അതായത് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്ന മുകളിൽ ഗ്യാസ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഗ്യാസ് ഒരിക്കലും കൂടുതൽ താഴേക്ക് വരരുത്. അതായത് ഈ പിസ്റ്റൻ്റെയും ഈ സിലിണ്ടറിൻ്റെ ടോപ്പിലുള്ള പോർഷൻ്റെ ഇടയിലുള്ള ഗ്യാസ് ഒരിക്കലും താഴേക്ക് ലീക്കായിട്ട് വരരുത്. ആ ലീക്കായിട്ട് വരാതെ സിലിണ്ടറിൻ്റെ മുകളിൽ തന്നെ കീപ്പ് ചെയ്യുന്നവരാണ് ഈ റിങ്സ് ആണ്. അതിൻ്റെ മുകളിൽ തന്നെ കീപ്പ് ചെയ്യുന്നതിന്, അതായത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന റിങ്സ്. ഇവിടെ കാണുന്നുണ്ട്, റിങ്സ് കാണുന്നുണ്ട്. ആ റിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ആ പിസ്റ്റൻ്റെ മുകളിലുള്ള ഫ്യൂവലിനെ, ഗ്യാസസിനെ ടൈറ്റായിട്ട് അവിടെ കീപ്പ് ചെയ്യുന്നവരാണ് റിങ്സ് ആണ്. ഇനി അടുത്ത ഫംഗ്ഷൻ എന്താ? ഇംപ്രൂവിങ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം പിസ്റ്റൺ ടു സിലിണ്ടർ വോൾ. അത് പിസ്റ്റണിന് സിലിണ്ടറിൻ്റെ വോളിലേക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫർ
ഇമ്പ്രൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താ, അത് കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. അടുത്തത് മെയിൻറ്റെയിനിങ് ദി പ്രോപ്പർ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ വാൾ. അത് പ്രോപ്പർ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ, അത് ഓയിൽ കറക്റ്റായിട്ട് മെയിൻ ക്വാണ്ടിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പ്രോപ്പർ ക്വാണ്ടിറ്റീസ് ഓയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു പിസ്റ്റൻ്റെയും സിലിണ്ടർ വാളിൻ്റെയും ഇടയിൽ. നമ്മൾ ഓയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലൂബ്രിക്കേഷൻ വേണ്ടിയിട്ടേക്ക് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ആ ഓയിൽ ലൂബ്രിക്കേഷൻ ഓയിലിനെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ആരാണ് പിസ്റ്റൻ്റെ ഇടയിൽ? പിസ്റ്റൺ റിംഗ് ആണ്. പിന്നെ അടുത്ത പറയുന്നത് പിസ്റ്റൺ നമ്മൾ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, പിസ്റ്റൺ റിങ്സ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് അയൺ ഓർ സ്റ്റീൽ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിസ്റ്റൺ റിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. Sealing is often achieved by multiple rings, each with their own function, using a metal on metal sliding contact. ഇതിന് അർത്ഥം എന്ന് വെച്ചാൽ നമ്മളെ പിസ്റ്റൻ്റെ റിങ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പിസ്റ്റൺ റിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു റിങ്സ് അല്ല ഒരിക്കലും ഉണ്ടാവുക. ഇപ്പോഴും പിസ്റ്റണിൽ ഒരു റിങ് അല്ല ഉണ്ടാവുക, ഒന്നിൽ കൂടുതൽ റിങ്സ് ഇവിടെ കാണാൻ പറ്റും. ഈ റിങ് ഇതാണ് ഓരോ റിങ്, ഒന്നിൽ കൂടുതൽ റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒന്നിൽ കൂടുതൽ റിങ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബെറ്റർ സീലിംഗ് പ്രൊവൈഡ് ചെയ്യാനാണ്. ഓക്കെ, ഈ ബെറ്റർ സീലിംഗ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ. അതായത് ഇത് മൂവ് ചെയ്യുമ്പം, ഇവിടെ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പം ഈ പിസ്റ്റൻ്റെ റിങ്സ് ഈ രണ്ട് സിലിണ്ടറിൻ്റെ വോളിൽ ഇവിടെ നിങ്ങൾക്ക് സിലിണ്ടർ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇവിടെ നോക്കുക, ഇവിടെ ജസ്റ്റ് നോക്കുക, ഇവിടെ നിങ്ങൾക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? സിലിണ്ടർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. രണ്ട് സൈഡിലും സിലിണ്ടർ കാണാൻ പറ്റുന്നുണ്ട്. ആ സിലിണ്ടറിൻ്റെ ഓക്കെ രണ്ട് സൈഡിലും സിലിണ്ടർ കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് സൈഡിലും നിങ്ങൾക്ക് ഇവിടെ സിലിണ്ടർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു സിലിണ്ടർ ഇത് രണ്ടും സിലിണ്ടർ വോളാണ്. ഈ സിലിണ്ടർ വോളിൻ്റെ രണ്ട് സിലിണ്ടർ വോളിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതിൻ്റെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. സോ ആ പിസ്റ്റൺ രണ്ട് സിലിണ്ടറിൻ്റെ ഇടയിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? അവിടെ കോണ്ടാക്റ്റ് ഉറപ്പുവരുത്തണം അല്ലേ. ആ കോണ്ടാക്റ്റ് വെച്ച് എന്താ, ഓക്കെ ഇവിടെ പിസ്റ്റൺ ഇതാണെങ്കിൽ, അതായത് പിസ്റ്റൻ്റെ ബ്ലോക്ക് ഇതാണെങ്കിൽ, ഈ പിസ്റ്റൻ്റെ ബ്ലോക്ക് ഈ രണ്ട് സിലിണ്ടർ വോളിലെ കൂടി മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കോണ്ടാക്റ്റാണ് വരുന്നത്? സ്ലൈഡിങ് കോണ്ടാക്റ്റാണ് വരുന്നത് അല്ലേ. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിസ്റ്റണും രണ്ട് സിലിണ്ടർ വോളും തമ്മിലുള്ള കോണ്ടാക്റ്റ് എന്താണ് ഇവിടെ? സ്ലൈഡിങ് കോണ്ടാക്റ്റ് ആണ്. സ്ലൈഡിങ് കോണ്ടാക്റ്റ് ആണ് ഇവിടെ ഒക്കെ അറിയുന്നത്. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, സ്ലൈഡിങ് കോണ്ടാക്റ്റ്. ഇനി അടുത്ത എന്താ? മോസ്റ്റ് പിസ്റ്റൺസ് ഹാവ് അറ്റ്ലീസ്റ്റ്, ലാസ്റ്റ് പോയിന്റ് നോക്കുക, മോസ്റ്റ് പിസ്റ്റൺസ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 പിസ്റ്റൺ റിംഗ് പെർ സിലിണ്ടർ. ഒരു സിലിണ്ടറിൽ എത്രയെങ്കിലും ഉണ്ടാവും? മിനിമം 2 റിങ്സ് എങ്കിലും ഉണ്ടാവും, 2 റൗണ്ട്സ് എങ്കിലും ഉണ്ടാവും. പക്ഷേ നമ്മൾ നോക്കുക, ഓട്ടോമോട്ടീവ് പിസ്റ്റൺ നോക്കുകയാണെങ്കിൽ, ഓട്ടോമോട്ടീവ് പിസ്റ്റൺ എന്ന് വെച്ചാൽ എന്താ? അത് ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്യുന്ന പിസ്റ്റൺ റിങ്സ്. അവിടെ നോർമലി 3 റിങ്സ് ഉണ്ടാവും, 3 റിങ്സ് വരെ നമ്മൾ യൂസ് ചെയ്യും. അതായത് എത്ര യൂസ് ചെയ്യും? 3 റിങ്സ് വരെ യൂസ് ചെയ്യും. ഇനി ആ 3 റിങ്സിൽ 2 റിങ്സ് ടോപ്പിലുണ്ടാവും, പിന്നെ ഒരു ബോട്ടം റിങ് ഉണ്ടാവും. നമ്മൾ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും. ഇവിടെ എത്ര റിങ്സ് ഉണ്ട് നോക്കിയേ. ഇവിടെ 2 ടോപ്പ് റിങ്സ് ഉണ്ട്, അതുപോലെ ഒരു ബോട്ടം റിംഗ് ഉണ്ട്. എത്രയുണ്ട്? 2 ടോപ്പ് റിങ്സ് ഉണ്ട്, അതുപോലെ ഒരു ബോട്ടം റിംഗ് ഉണ്ട്. പിന്നെ 2 ടോപ്പ് റിങ്ങിനെ പറയുന്ന പേരാണ് കംപ്രഷൻ റിംഗ് എന്ന് പറയും. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മെയിനായിട്ട് സീലിങ്ങിന്, കംപ്രഷൻ ചേമ്പർ സീൽ ചെയ്യാൻ, അതായത് താഴേക്ക് ഓയിൽ വരാതെ കീപ്പ് ചെയ്യാൻ സീലിങ്ങിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? കംപ്രഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഏറ്റവും താഴത്തെ റിംഗ് എന്താണ്? ഓയിൽ കൺട്രോളിംഗ് എന്ന് പറയും. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലൂബ്രിക്കേഷൻ സമയത്ത് എന്ത് ചെയ്യും? ഓയിൽ ഒഴിക്കും പിസ്റ്റൻ്റെ മുകളിലേക്ക്. ആ ഓയിലിൻ്റെ സപ്ലൈ കൺട്രോൾ ചെയ്യുന്ന എന്ത്? അത് ഓയിൽ അവിടെ പിസ്റ്റൻ്റെ മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അതിൽ ആ ഓയിൽ എന്ത് ചെയ്യുക? സിലിണ്ടർ വോളിലും കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുക. അത് ചെയ്യുന്ന ആരാണ്? ലാസ്റ്റ് റിംഗ് ആണ് കൺട്രോളിങ്, ഓയിൽ കൺട്രോളിങ്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ റിങ്ങിൻ്റെ ഡീറ്റെയിൽ വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ടോപ്പ് കംപ്രഷൻ റിംഗ്, സെക്കൻഡ് കംപ്രഷൻ റിംഗ്, അത് 2 കംപ്രഷൻ റിംഗ് ഉണ്ട് പറഞ്ഞു. ഏറ്റവും താഴത്ത് എന്തുണ്ട്? ഒരു ഓയിൽ റിംഗ് ഉണ്ട് പറഞ്ഞു. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ. ഓക്കെ, സോ ഇത്രയാണ് പിസ്റ്റൺ റിങ്ങിൽ വരുന്ന മെയിൻ ടോപ്പിക്സ്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന്. അടുത്ത് എന്താണ്? ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്രാങ്ക് ഷാഫ്റ്റ്. സോ ക്രാങ്ക് ഷാഫ്റ്റ് എന്താ നോക്കുക. എന്താണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് നോക്കിയേ. എ ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് എ ഷാഫ്റ്റ് ഡ്രിവൺ ബൈ ക്രാങ്ക് മെക്കാനിസം. ഒരു ക്രാങ്ക് ഷാഫ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഒരു ക്രാങ്ക് മെക്കാനിസം വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ജസ്റ്റ് ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. പിസ്റ്റൺ റിങ്സ് വരെയാണ് ഇന്ന് കംപ്ലീറ്റ് ആക്കിയത്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ക്രാങ്ക് ഷാഫ്റ്റിന്, നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഇത്ര വരെ നമ്മളിന്ന് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, താങ്ക് യു.